എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തന്ത്രജ്ഞനെക്കുറിച്ചാണ്. ആചാര്യ ചാണക്യൻ. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതായത്, ആരെയാണ് നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ കഴിയുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഇന്നർ സർക്കിളില്, അതായത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയും ഉപദേശകരുടെയും കൂട്ടത്തിൽ ശരിക്കും ആർക്കാണ് സ്ഥാനം? ആ ഒരു വലയം അത് തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ എന്തായിരിക്കും സംഭവിക്കുക? വാ, നമുക്ക് ചാണക്യന്റെ ആ പുരാതന ജ്ഞാനം ഉപയോഗിച്ച് ഈ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോ ചാണക്യന്റെ ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോ ഇതൊന്നും വെറും ചരിത്രപുസ്തകത്തിലെ ഒരു പാഠം മാത്രമല്ല കേട്ടോ. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരുപോലെ പ്രായോഗികമായ ഒരു വഴികാട്ടി കൂടിയാണ്. ശരി, നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ എന്താണ് ഈ ചാണക്യ നീതി എന്ന് ചോദിച്ചാൽ, ഇത് ശരിക്കും ഭരണം, സാമ്പത്തികം, പിന്നെ യുദ്ധതന്ത്രം ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പഴയ ഇന്ത്യൻ ഗ്രന്ഥമാണ്. പക്ഷേ അത് മാത്രമല്ല, അതിനപ്പുറം മനുഷ്യന്റെ സ്വഭാവം, നമ്മുടെ ബന്ധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ തരുന്ന ഒരുതരം കൈപ്പുസ്തകം കൂടിയാണിത്. ചാണക്യന്റെ 1-ാം അധ്യായത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വയം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. അതായത്, നമ്മുടെ സമാധാനവും നമ്മുടെ എനർജിയുമൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചാണക്യൻ തരുന്ന 3 പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളിലേക്ക് കടക്കാം. അദ്ദേഹം പറയുന്നതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും ശരി, തെറ്റായ ആളുകളുമായി കൂട്ടുകൂടിയാൽ അത് നിങ്ങളെ നേരെ ദുരിതത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 വഴികൾ? നോക്കാം. ചാണക്യൻ പ്രത്യേകം എടുത്തു പറയുന്ന 3 കൂട്ടുകെട്ടുകളാണിത്. 1, ഒരു വിഡ്ഢിയായ ശിഷ്യന് ഉപദേശം കൊടുക്കുന്നത്. 2, ദുഷ്ടയായ ഒരു ഭാര്യയെ സംരക്ഷിക്കുന്നത്. പിന്നെ 3-ാമത്തേത്, എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരുപാട് സഹവാസം. ഇവ ഓരോന്നും എങ്ങനെയാണ് നമ്മുടെ എനർജിയും സമാധാനവുമൊക്കെ ഇല്ലാതാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒഴിവാക്കാൻ പറയുന്നത്? കാരണം വളരെ സിമ്പിളാണ്. വിഡ്ഢികൾ ഒരിക്കലും ഉപദേശം കേൾക്കാൻ പോകുന്നില്ല. ദുഷ്ടരായ ആളുകൾ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ കൂടെ നിന്നാൽ അത് നമ്മുടെ പോസിറ്റീവ് എനർജി മുഴുവൻ ഇല്ലാതാക്കും. അപ്പോ ഇത് മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒരു ജഡ്ജ്മെന്റ് അല്ല, മറിച്ച് നമ്മുടെ വിലയേറിയ സമയവും ഊർജവും മാനസിക സമാധാനവും സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. ഓരോ തെറ്റായ ബന്ധവും നമ്മളിൽ നിന്ന് എന്തെങ്കിലും കവർന്നെടുക്കുന്നുണ്ട്, അല്ലേ? ശരിക്കും ഈ ഒരു വാചകം, ആ ആശയം എത്ര മനോഹരമായാണ് പറഞ്ഞു വെക്കുന്നത്, അല്ലേ? ഒരു ജ്ഞാനിക്കറിയാം തന്റെ വിലയേറിയ വിത്തുകൾ, അതായത് അറിവ്, സമാധാനം, ഊർജം എവിടെയാണ് വിതയ്ക്കേണ്ടതെന്ന്. ഫലമില്ലാത്ത മണ്ണിലത് പാഴാക്കരുത്. അപ്പോ ആരെയാണ് ഒഴിവാക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം, ആരെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത്? ഓക്കെ, ആരെയൊക്കെയാണ് അകറ്റി നിർത്തേണ്ടതെന്ന് ഇപ്പോൾ നമുക്കൊരു ധാരണയുണ്ട്. പക്ഷേ ഏതൊരു നാണയത്തിനും ഒരു മറുവശം കൂടിയുണ്ടല്ലോ. അതുപോലെ ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? ആരെയാണ് ചേർത്ത് നിർത്തേണ്ടത്? അതെങ്ങനെ തിരിച്ചറിയും? അതാണ് വിശ്വസ്തതയുടെ ഏറ്റവും വലിയ പരീക്ഷണം. ഇത് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരാള് നമ്മളോട് നല്ല മധുരമായി സംസാരിക്കുന്നു, ചിരിക്കുന്നു. ഇതിനൊക്കെ അപ്പുറം അവരുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ എങ്ങനെ തിരിച്ചറിയും? കാരണം പുറമേ കാണുന്നതൊന്നും ആയിരിക്കില്ലല്ലോ പലപ്പോഴും സത്യം. ഇവിടെയാണ് ചാണക്യൻ നമുക്ക് വളരെ വ്യക്തമായൊരു ചട്ടക്കൂട് തരുന്നത്. ഒരു ധൃത്യനെ പരീക്ഷിക്കേണ്ടത് അയാൾ തന്റെ ജോലി ചെയ്യുമ്പോഴാണ്. ഒരു ബന്ധുവിനെ തിരിച്ചറിയുന്നത് നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോഴാണ്. ഒരു സുഹൃത്തിനെ പരീക്ഷിക്കേണ്ടത് നമ്മളൊരു പ്രതിസന്ധിയിൽപ്പെടുമ്പോഴാണ്. അതുപോലെ ഒരു ഭാര്യയെ അറിയുന്നത് നമ്മുടെ ഏറ്റവും മോശം സമയത്താണ്. അപ്പൊ ആളുകളെ വിലയിരുത്തേണ്ടത് അവരുടെ വാക്കുകൾ വെച്ചല്ല, പ്രവൃത്തികൾ വെച്ചാണ്. അതും എപ്പോഴാണെന്നോ ഏറ്റവും നിർണായകമായ സമയങ്ങളിൽ. ഇതാണ് ചാണക്യൻ പറയുന്ന യാഥാർത്ഥ്യം. കപടവിശ്വസ്തതയുള്ളവർ നമ്മുടെ സന്തോഷങ്ങളിലും വിരുന്നുകളിലും കൂടെയുണ്ടാകും. പക്ഷേ യഥാർത്ഥ വിശ്വസ്തതയുള്ളവർ ക്ഷാമകാലത്തും കൂടെ നിൽക്കും. നമ്മുടെ വിജയം ആഘോഷിക്കാൻ ഒരുപാട് പേരുണ്ടാകും. പക്ഷെ യുദ്ധത്തിന് കൂടെ വരാൻ കുറച്ചുപേരേ കാണൂ. പരസ്യമായി പുകഴ്ത്തുന്നവരല്ല, ശ്മശാനം വരെ കൂടെ വരുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മുടേത്. ശരിയല്ലേ? നല്ല സമയത്ത് മാത്രം കൂടെ നിൽക്കുന്ന ആ വിശ്വസ്തതയ്ക്ക് എന്ത് വിലയാണുള്ളത്? അപ്പോ ഇതൊരു ഉപദേശം മാത്രമല്ല, നമുക്കുള്ള ഒരു ദൗത്യം കൂടിയാണ്. നമ്മുടെ വിവേകം ഉപയോഗിച്ച് ജീവിതത്തിലെ സ്വർണത്തെ കല്ലുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുക. അതായത് അമൂല്യമായ ബന്ധങ്ങളെ തിരിച്ചറിയുക,
അവയെ സംരക്ഷിക്കുക. ശരി, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ഉപദേശങ്ങൾക്കൊക്കെ ഇന്നത്തെ നമ്മുടെ ഈ തിരക്കുപിടിച്ച ഡിജിറ്റൽ ലോകത്ത് എന്തു പ്രസക്തിയാണുള്ളത്, അല്ലേ? നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വിജയം കെട്ടിപ്പടുക്കുന്നത് നമ്മുടെ മാത്രം ശക്തി കൊണ്ടല്ല, മറിച്ച് നമുക്ക് ചുറ്റുമുള്ളവരുടെ വിശ്വസ്തത കൊണ്ടുകൂടിയാണ്. നിങ്ങളുടെ ഇന്നർ സർക്കിൾ, അതാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. അപ്പോ ഇന്നത്തേക്ക് നമുക്ക് ഓർത്തുവെക്കാൻ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ അറിവും ഊർജവും ആർക്കാണ് കൊടുക്കുന്നതെന്ന് നന്നായി ആലോചിച്ച് തീരുമാനിക്കുക. രണ്ടാമത്, വിശ്വസ്തത പരീക്ഷിക്കേണ്ടത് നല്ല സമയത്തല്ല, പ്രതിസന്ധി ഘട്ടങ്ങളിലാണ്. എപ്പോഴും ഓർക്കുക, ശക്തമായ ഒരു ഇന്നർ സർക്കിളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത്. ശരിക്കും പറഞ്ഞാൽ, ശരിയായ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ഒരുതരം സെൽഫ് കെയർ തന്നെയാണ്. പോകുന്നതിനു മുൻപ് അവസാനമായി ഈയൊരു ചോദ്യം നിങ്ങൾക്കായി. ചാണക്യന്റെ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു, പക്ഷേ ഒരു യഥാർത്ഥ സൗഹൃദം തിരിച്ചറിയാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന പരീക്ഷണം എന്താണ്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ആ ഉൾവലയം കൂടുതൽ ശക്തമാക്കുക. അപ്പോ അടുത്ത തവണ കാണുന്നതുവരെ വിവേകത്തോടെ തിരഞ്ഞെടുപ്പുകൾ നടത്തുക.